ഹലോ എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഈസ്റ്ററിൻ്റെ രാവിലെയാണ് കേട്ടോ. 1 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ പള്ളിയിൽ നിന്ന് തന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നതിന് ശേഷം കുറേ നേരം വരെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ കിടക്കാനൊക്കെ ആയിട്ട് പോയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് തലേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഫുഡ് കഴിച്ചത് കൊണ്ട് തന്നെ വേറെ ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അവിടെയും പള്ളിയിലും കാപ്പിയും മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്നാണ് ഇത് ചായയൊക്കെ ഇട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാത്രമൊക്കെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ, ഒന്ന് വാഷ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെ എഴുന്നേറ്റു. അപ്പോൾ ഞങ്ങളെല്ലാവരും നല്ല ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് കേട്ടോ. രാവിലെ ഒന്നും അല്ല, 9 മണി എന്തോ ആയെന്ന് തോന്നുന്നു നമ്മൾ എഴുന്നേറ്റ സമയത്ത്. എഴുന്നേറ്റ് വന്ന് കുറേ നേരമായപ്പോഴത്തേക്കും മിലുവും കൂടെ വന്നു കേട്ടോ. മിലു വന്നു. അങ്ങനെ കുറേ നേരം വരെ അവളെയും കയ്യിലെടുത്ത് വെച്ച് അങ്ങനെ ഇരുന്നു. നമുക്കിപ്പോൾ വല്ലപ്പോഴും വീട്ടിൽ പോകുന്ന സമയത്താണല്ലോ അവളെ ഒന്നിങ്ങനെ എടുക്കാനൊക്കെ ഒന്ന് കയ്യിൽ കിട്ടുന്നതും. അത് മാക്സിമം അത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും നേരെ അവളെ ഞാനിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. മിക്കു ഇപ്പോൾ അങ്ങനെ അധികം കയ്യിലൊന്നും വന്നിരിക്കാറൊന്നുമില്ല. മിലു ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. അവനിപ്പോൾ ഏത് നേരവും എബിയുടെയും ആദിയുടെയും കൂടെയാണ്. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് അവരുടെ കൂടെ തന്നെ ആയിരിക്കും എപ്പോഴും. അങ്ങനെ അവൻ നടക്കും. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആദിയുടെ അടുത്തും അങ്ങനെയാണ്, എബിയുടെ അടുത്തും അങ്ങനെയാണ് കേട്ടോ. ഭയങ്കര സ്നേഹവും കാര്യങ്ങളാണ് അവന്. അപ്പോൾ ഞങ്ങളിങ്ങ് തിരിച്ച് വരുന്ന ദിവസം തന്നെ നമ്മളവിടെ പോയിട്ട് പിറ്റേന്ന് തന്നെ ഞങ്ങളിങ്ങ് പോകുന്നു കേട്ടോ. ഈസ്റ്ററിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച തന്നെ ഇങ്ങ് പോകുന്നു. ആ ഒരു ദിവസം വെറുതെ മിക്കുവിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് എബിയെ കൂടെ ഞങ്ങൾ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ വണ്ടി എടുത്തു. ഭയങ്കര കരച്ചിലായിരുന്നു മിക്കു. അങ്ങനെ അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയ സമയത്ത് മിലുവിനെ ഞാൻ ഉറക്കാൻ കിടത്തി കേട്ടോ. എവിടെ ഭയങ്കര ചൂട് കാരണം അവൾക്ക് ഉറങ്ങാൻ പോലും നേരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ഹാപ്പി ഈസ്റ്റർ പറയുന്ന വീഡിയോ ഞാൻ മിക്കുവിനെ വിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതും എടുത്തതിന് ശേഷം ഞാനും ചേട്ടനും മിക്കുവും കൂടെ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവൾ ഋതുമതിയായിരിക്കുന്നു. അപ്പോൾ എബിയുടെ പ്രായമാണ് കേട്ടോ. എബിയേക്കാളും 4-5 മാസം മൂത്തതാണ് അവൾ. അപ്പോൾ അവളെ കാണാൻ വേണ്ടി ഞങ്ങൾ 3 പേരുടെ പോയതാണ്. അപ്പോൾ പിന്നെ മിക്കുവിനും മിലുവിനും കൂടെ വീട്ടിടാൻ 2-3 ഡ്രസ്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പകുതി വഴി എത്തിയപ്പോൾ സമയം തന്നെ അവൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങളിത് ആര്യനാടാണ് വാങ്ങിക്കാൻ പോയത് കേട്ടോ. പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ അവൻ ഭയങ്കര ഉറക്കമായിരുന്നു. വീടെത്തും വരെ അവൻ ഉറക്കമായിരുന്നു. പിന്നെ അവളുടെ വീട്ടിൽ പോയ സമയത്ത് മിക്കുവിനെ അതുകൊണ്ട് കൊണ്ടുപോയില്ല. വീട്ടിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. പിന്നെ വല്യമ്മയുടെ വീട്ടിലോട്ട് കയറി. അപ്പോൾ നഹുവിനെ കണ്ടു. കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. കുളിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ തോട് കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു പോകണ്ട, വെള്ളമൊന്നുമില്ല, പോകണ്ടെന്ന് പറഞ്ഞു. എന്നാലും വെറുതെ എത്രയെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നു പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് തോട് കാണാൻ പോയതാണ് കേട്ടോ. വെള്ളമെന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല, അത്രയ്ക്കും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം വരെ എന്നാലും അവിടെ നിന്നു. എബി ആദ്യമൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറി. അവർക്ക് 1-2 മീൻ എന്തോ കിട്ടി കേട്ടോ. അപ്പം ഞങ്ങളുടെ കൂടെ കുഞ്ഞമ്മ കൂടെ വന്നു കേട്ടോ. വേറെ ആരും വന്നില്ല, കുഞ്ഞമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേര്, അങ്ങനെ അച്ചും പല്ലവിയും ഉണ്ടായിരുന്നു ആ സമയത്ത്. എല്ലാവരും ഇറങ്ങി കേട്ടോ. ഞാൻ മാത്രം ഇറങ്ങിയില്ല, ഞാൻ മാത്രം കരയിൽ നിന്നും. അവരെല്ലാവരും ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞങ്ങൾ മുമ്പ് ഇന്ന് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാനിതുപോലെ ഈ തോട്ടിൽ വന്ന സമയത്ത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഒന്നുമില്ല. അതായത് ഇപ്പോൾ ആദ്യം എബിയും കൂടെ മീൻ പിടിച്ചതാണ്. മീൻ കിട്ടിയതും ആദ്യം അടുത്ത് ബക്കറ്റ് എടുക്കാൻ വേണ്ടി ഓടി. തോർത്തങ്ങ് ഇട്ടതും മീൻ അതുപോലെ തന്നെ അങ്ങ് ചാടിപ്പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. എല്ലാവരും അതൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള വെള്ളത്തിൽ കാലൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് അപ്പോൾ തന്നെ എല്ലാവരും കയറി. അവിടെ നിന്ന് അടുത്ത ആറ്റിലോട്ട് പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. തൊട്ടടുത്താണ് ആറുള്ളത്. അപ്പോൾ ആദ്യം എബിയും തന്നെ മീൻ പിടിക്കാൻ വേണ്ടി അവിടെ നിന്നതുകൊണ്ട് ഞങ്ങൾ ലേറ്റായിട്ടാണ് കയറിയത്. ബാക്കി എല്ലാവരും പെട്ടെന്ന് തന്നെ നേരത്തെ കയറി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ അഞ്ജലിയും മുത്തും എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുത്ത് അയച്ച വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ജലി തന്ന വീഡിയോസ് മാത്രം കുറച്ച് എടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രം ഞാൻ ഓൺ വോയിസ് ആയിട്ട് ഇടാം. ഇതിപ്പോൾ എൽസക്കുട്ടിയെ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസം എടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തേ ഉള്ളൂ. ബാക്കി ഇനി കുറച്ച് ഓൺ വോയിസിലായിരിക്കും വീഡിയോസ് വരുന്നത് കേട്ടോ. ഗൈസ്, ഫേമസ് ആയ പാലം. വീണ അവിടെ കടക്കും. ഗൈസ്, വഴിവെട്ട് എവിടെയൊക്കെ കൊണ്ടുവന്ന്. ബക്കറ്റിൽ
അരമൂങ്ങ് ടാറ്റാ ടാറ്റാ നല്ല സ്നാപ്പ് ഇട്ടാ മതി ഇങ്ങനെ നല്ല തണിക്കാനുള്ളത് കൂടെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ ബ്ലോഗർ ഉണ്ട്. ഇതാണ് ഉടമ. കണ്ട് അവിടെ ഒന്നുമില്ല. ഈ വീഡിയോസൊന്നും കറക്റ്റ് ഓർഡറിലല്ല ഇട്ടത്, അവൾ അയച്ചു തന്നു അതുപോലെ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ഈ എഡിറ്റ് ചെയ്തിടുന്ന ഈ ഒരു ദിവസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ നേരം വരെ ഇത് നോക്കിയിരിക്കാനുള്ള ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ വോയിസും എല്ലാം വെച്ചിട്ട് ഞാൻ അങ്ങനെ ആ വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും പിറ്റേ ദിവസമാണ്, ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങ് വരുന്നതിൻ്റെ ആ ഒരു ദിവസം എടുത്തതാണ്. ഞാൻ വരുന്നതിൻ്റെ അന്ന് എനിക്കൊരു വേറെ വരുന്ന വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയി കേട്ടോ. അപ്പോൾ ഇനി എടുത്ത് വെക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ വേറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. എനിക്കതൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എബിയെ ഞാൻ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വന്നതായിരുന്നു അന്നും. അപ്പോൾ എബി ഇനി 2 ആഴ്ചത്തേക്ക് അവിടെ ആയിരിക്കും, പിള്ളേരുടെ കൂടെ അവിടെയുണ്ട്. അപ്പോൾ അഞ്ചു ഒരു ഹാൻഡ് വർക്ക് ചെയ്യാൻ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിലുവിനെയും കൊണ്ടാണ് അവൾ പോകുന്നത്. അപ്പോൾ മിക്കു വീട്ടിലുണ്ടല്ലോ, അപ്പോൾ എബിയും കൂടെ ആകുമ്പോഴത്തേക്ക് അവനും കളിക്കാനും ഒക്കെ ഒരാളും കൂടെ ആവും. അവന് വേണ്ടിയിട്ടാണ് എബിയും കൂടെ ഞങ്ങൾ അവിടെ തന്നെ നിർത്തിയിട്ടാണ് ഇങ്ങ് പോകുന്നത്. അപ്പോൾ മിലുക്കുട്ടിയുടെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിൽ. ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ ഒരു വേനൽ സമയത്ത് അപ്പൂപ്പൻ താടി വരും കേട്ടോ പറന്ന്. അപ്പോൾ അതും വെച്ചിട്ട് മിക്കു നിന്ന് കളിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം കളിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നത്. അതുകൊണ്ട് ആദ്യമൊന്നും അവൻ മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഞാനിങ്ങനെ പറത്തി കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവനത് പിടിക്കാൻ ഒരു ഉത്സാഹം തോന്നി. കുറേ നേരം വരെ നിന്ന് കളിച്ചുകൊണ്ടായിരിക്കും അവന് വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ വീഡിയോ എടുത്ത സമയത്ത്. പിന്നെ ആ കാറ് വെച്ച് എബിയും ആദ്യമൊക്കെ ഒരു റോഡൊക്കെ ഉണ്ടാക്കി കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എബിയാണ് ഇതിൻ്റെ മുൻപന്തിയിൽ. അവന് ഓരോന്ന് കാണിച്ചു കൊടുക്കും, ഇവരതുപോലെ നിന്ന് കളിക്കും. അങ്ങനെയാണ്. ഇപ്പോൾ ആദ്യം അവരുടെ ഒപ്പം നിന്ന് കളിക്കും കേട്ടോ. ആദ്യമല്ല മിക്കും അവരുടെ ഒപ്പം തന്നെ നിന്ന് കളിച്ചോളും. അവനും ഭയങ്കര ഇഷ്ടമാണ്. 2 ചേട്ടന്മാരെ ഭയങ്കര ഇഷ്ടമാണ് അവന്. അങ്ങനെയൊക്കെ. അപ്പോൾ ഈസ്റ്ററിൻ്റെ വീഡിയോസും പിറ്റേ ദിവസത്തൊക്കെ വീഡിയോസും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.